അടിഭാഗം നല്ലപോലെ ഉള്ളു വെക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് ആണ് കേട്ടോ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോണത്. എല്ലാവരുടെയും പ്രശ്നമാണ്, മുടിക്ക് മേലെ അത്യാവശ്യം ഉള്ളൊക്കെ ഉണ്ട്, പക്ഷെ താഴെ വരുന്ന സമയത്ത് കോഴിവാല് പോലെ. ഈ ഒരു ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാം, ഇതെന്റെ പഴയ ഫോട്ടോ, ഇതെന്റെ പുതിയ ഫോട്ടോ കേട്ടോ. എനിക്കും മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ മുടി വളരുന്നുണ്ടായിരുന്നു, പക്ഷെ അടിഭാഗത്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കോഴിവാല് പോലെ മെലിഞ്ഞിരിക്കുക, മുടി കെട്ടി വെക്കുമ്പോഴും താഴെ ഇങ്ങനെ കോഴിവാല് പോലെ ഇരിക്കുക, അപ്പൊ കാണാൻ ഒട്ടും ഭംഗിയില്ല. അപ്പോൾ മുടിയുടെ താഴ്വശം മാത്രമല്ല കേട്ടോ, മൊത്തത്തില് മുടിക്ക് ഉള്ളുകൂട്ടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫക്റ്റീവായിട്ടുള്ള റെമഡി, വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു റെമഡിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ വേണ്ടി പോണത് കേട്ടോ. ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 7 days നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒരു തവണ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ഡെയിലി ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, എങ്ങനെയാണോ നിങ്ങളുടെ കംഫർട്ടബിൾ അതിനനുസരിച്ച് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഹെയർ കെയർ ചെയ്യേണ്ടത് എന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ 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 യൂസ്ഫുൾ ഉള്ളതാണ്. നിങ്ങൾ എല്ലാവരും കണ്ടു നോക്കുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ തന്നെ കുറച്ച് ചെമ്പരത്തിയുടെ പൂക്കൾ വേണം കേട്ടോ. പൂക്കൾ എല്ലാവരുടെ വീട്ടിലും ചെമ്പരത്തി ഉണ്ടാവും, ഇല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിലെങ്കിലും വെറുതെ നിൽക്കുന്നുണ്ടാവും, നിങ്ങൾ പോയി വലിച്ചോളൂ കേട്ടോ, അവരൊന്നും പറയില്ല. ചെമ്പരത്തി തരാത്തവരായിട്ട് ആരും തന്നെ ഇല്ല അല്ലേ. ചെമ്പരത്തി നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോഴുണ്ടല്ലോ, മുടി നന്നായിട്ട് വളരാനും നമ്മുടെ മുടിയിൽ നേച്ചുറലായിട്ടുള്ള നമ്മുടെ മുടിയുടെ കളർ ഉണ്ടല്ലോ അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും നമ്മുടെ മുടിക്ക് നല്ലപോലെ ഉള്ളു കൂട്ടിയെടുക്കാനും ഒക്കെ ചെമ്പരത്തി അടിപൊളിയാണ്. ചെമ്പരത്തിയുടെ പൂക്കളില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇലയായിട്ടും എടുക്കാം കേട്ടോ, പക്ഷെ പൂവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂവ് എടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ അലോവേരയാണ് കേട്ടോ. അലോവേര നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത് കേട്ടോ, കാരണം അലോവേര നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് വരുമ്പോഴുണ്ടല്ലോ നമ്മുടെ സ്കാൽപ്പിൽ കുനുകുനാന്നുള്ള ബേബി ഹെയർ ഗ്രോത്ത് നന്നായിട്ട് സ്പീഡായിട്ട് വളരാൻ വേണ്ടിയിട്ട് അലോവേര നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യുന്നത് അടിപൊളിയാണെന്ന് വെച്ചാൽ അടിപൊളിയാണ്. നിങ്ങളാരും ഇത് സ്കിപ്പ് ചെയ്യാതിരിക്കുക, അത്രയ്ക്കും എഫക്റ്റീവാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിച്ചു തരുന്ന ഈ ഒരു പാക്ക്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ അലോവേര ചിലപ്പോൾ മിക്ക വീടുകളിലും കിട്ടാനുണ്ടാവില്ല. കിട്ടാനില്ലെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയാമോ, അലോവേരയുടെ ജെല്ല് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ കുറേ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇന്നിപ്പോൾ അലോവേരയുടെ ജെല്ലൊക്കെ എല്ലാം തന്നെ. പക്ഷേ നിങ്ങൾ നല്ലൊരു ബ്രാൻഡ് നോക്കി വാങ്ങിക്കുക, ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ നല്ലതാണ് കേട്ടോ. ഇനി നമ്മൾ അവസാനമായിട്ട് ഇതിലോട്ട് ഒരു 5-6 അല്ലി നമ്മുടെ ചുമന്നുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചുമന്നുള്ളിയുടെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ കുഞ്ഞുള്ളി കഷണ്ടിയിൽ വരെ മുടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു ഒറ്റമൂലി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കുഞ്ഞുള്ളി തന്നെയാണ് കേട്ടോ. ഇനി ഇത് നിങ്ങൾ വെള്ളം ഒഴിക്കാതെ തന്നെ അരച്ചെടുക്കണം. നമ്മുടെ അലോവേരയിലും അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിയിലൊക്കെ നല്ല വാട്ടർ കണ്ടന്റ് ഉണ്ട്, അത് തന്നെ നമുക്ക് ഈ ഒരു പാക്കിന് മതി, നമുക്ക് അഡീഷണൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. അരിച്ചെടുത്ത് കഴിയുമ്പോൾ നല്ലൊരു ജ്യൂസിയോ അല്ല നല്ലൊരു ക്രീമോ അല്ലാത്തൊരു പരുവത്തിൽ നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഹെയർ പാക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, എൻ്റെ മുടിയിൽ ഞാൻ നല്ല രീതിക്ക് തന്നെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. തലയുടെ ഓട്ടിലും മുടിയിലൊക്കെ നല്ല രീതിക്ക് തന്നെ ഹെയർ ഓയിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാമോ, ഇതേപോലെ ഒരു സ്കാൽപ്പ് മസാജർ വാങ്ങിച്ചു വെക്കുക കേട്ടോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. 200 രൂപയോ, 200 ഇല്ല, 150 ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ. നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. ഇത് ഉപയോഗിച്ച് നിങ്ങളുടെ സ്കാൽപ്പ് ഉണ്ടല്ലോ നല്ല പോലെ ഭയങ്കര സോഫ്റ്റ് ആണേ. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. ഇത് ഭയങ്കര ഹാഷ് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല, ഭയങ്കര സോഫ്റ്റാണ്. ഇത് ഉപയോഗിച്ച് നിങ്ങളുടെ തലയുടെ കൂട് ഇങ്ങനെ ശരിക്കും ഇത് കണ്ടില്ലേ, ഇങ്ങനെ വെക്കാം. നമ്മുടെ സ്കാൽപ്പ് നല്ലൊരു മസാജ് കൊടുക്കുക ഇത് ഉപയോഗിച്ചിട്ട് കേട്ടോ. നല്ല സുഖമുണ്ട് കേട്ടോ. നമ്മൾ എത്ര തന്നെ കൈകൾ ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്താലും ഇത് ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്യുമ്പോഴുള്ള ആ ഒരു സുഖം അതൊന്ന് ശരിക്കും പറഞ്ഞാൽ വേറെ തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഇത് ഉപയോഗിച്ച് സ്കാൽപ്പ് മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങളുടെ സ്കാൽപ്പിലെ ബ്ലഡ് ഫ്ലോ പെട്ടെന്ന് ഇൻക്രീസ് ആകാനും നിങ്ങൾക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും നിങ്ങളുടെ മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് പമ്പ കിടക്കാനും ഒക്കെ ഇത് അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു എക്സ്ഫോളിയേഷനും നല്ലൊരു മസാജറും അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള സൂപ്പറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട്
ഈ ഒരു മസാജർ വെച്ച് നമ്മൾ മസാജ് ചെയ്യുമ്പോഴുണ്ടല്ലോ പെട്ടെന്ന് നമ്മുടെ മുടിവേര് ഈ ഒരു ഹെയർ ഓയിൽ ക്യാച്ച് ചെയ്യും. അങ്ങനെ സംഭവിച്ചാൽ എന്ത് വരും? നല്ല രീതിക്ക് നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റൂ കേട്ടോ. അപ്പോൾ ഇതുപയോഗിച്ച് നിങ്ങൾ നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. നല്ല സുഖമാണ് കേട്ടോ, നല്ല സുഖമുണ്ട് ഇങ്ങനെ മസാജ് ചെയ്യാൻ. ഞാനിത് കുറച്ച് നാളായിട്ടുള്ളൂ വാങ്ങിച്ചിട്ട്, നിങ്ങൾക്ക് കാണിക്കാൻ ഇരിക്കുകയായിരുന്നു കേട്ടോ. നല്ലപോലെ മസാജ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഫ്രണ്ടിൽ നമ്മൾ ചിലരുടെ ഇത് ഗേൾസും ബോയ്സും എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ. ചിലരുടെ പ്രശ്നമാണ് ഈ നെറ്റിയുടെ ഭാഗത്ത് കയറി പോവുക. അപ്പോൾ ആ ഭാഗത്തൊക്കെ നിങ്ങൾ നല്ലപോലെ ഒന്ന് പ്രഷർ കൊടുത്ത് മസാജ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അതാ കണ്ടോ, പ്രഷർ കൊടുത്ത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്താൽ മതി. ഫിനിഷ്. ഇത്ര മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് സെർച്ച് ചെയ്ത് നോക്കണേ. അതിനുശേഷം ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ മുടിയിൽ അപ്ലൈ ചെയ്യണം. കറക്റ്റ് 7 ദിവസം നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് ഡെയിലി നിങ്ങൾ ആഴ്ചയിൽ ഒരു 2 തവണ മാത്രം ഇതേപോലെ 2 or 3 തവണ മാത്രം ഇതേപോലെ ഡീപ്പായിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് ഇതേപോലെ മസാജ് ചെയ്തതിന് ശേഷം ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുക. അല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾ ഹെയർ ഓയിൽ വെക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഹെയർ പാക്ക് നിങ്ങളുടെ തലയുടെ ഓട്ടിലും മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ് വെച്ചിട്ട് വെറുതെ പോയിട്ട് പച്ചവെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക. ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്ന ദിവസങ്ങളിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഷാമ്പു ഇട്ട് ഹെയർ വാഷ് ചെയ്യുക കേട്ടോ. ഇതിൽ ഉള്ളി നമ്മൾ ചേർത്തത് കൊണ്ട് തന്നെ ഉള്ളിയുടെ മണം ഉണ്ടാവും എന്നുള്ളതൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. വലിയ പ്രശ്നം ഉണ്ടാവില്ല. കാരണം നമ്മൾ അലോവേരയും അതേപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. തനിയെ നമ്മുടെ ഉള്ളി മാത്രം തനിയെ അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കാം ആ പ്രശ്നം ഉണ്ടാവുന്നത് കേട്ടോ. എനിക്ക് അങ്ങനെ വലിയ പ്രശ്നം ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല, പക്ഷെ മിക്ക ആൾക്കാരും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇനി ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ തലയുടെ ഓട്ടിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. വകച്ചിലെടുത്ത് ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളോട്, എപ്പോഴും നമ്മൾ വകച്ചിലെടുത്ത് വേണം ഈ ഒരു ഹെയർ പാക്ക്, ഈ ഒരു ഹെയർ പാക്ക് എന്നല്ല എല്ലാ ഹെയർ പാക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ജ്യൂസി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയാമോ, ഞാനിപ്പോൾ കാണിച്ചു തരാവേ. മുടി മുഴുവനായിട്ടും ഇതേപോലെ ഫ്രണ്ടിലോട്ട് ഇടുക കേട്ടോ. ഇത് ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനും പറ്റും. എന്നിട്ട് ഈ ഒരു ഹെയർ പാക്ക് ഇതേമാതിരി, ഇത് ഭയങ്കര തിക്കല്ലല്ലോ, ഈ ഒരു ഹെയർ പാക്ക് ഇത്തിരി ജ്യൂസി ആയതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ മസാജ് ചെയ്യുന്നതായിരിക്കും എളുപ്പം കേട്ടോ. ഞാൻ മിക്കവാറും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു രീതിയിൽ ചെയ്ത് കാണിക്കണത്. അപ്പം ഇങ്ങനെ ചെയ്താലും നമ്മുടെ മുടിയിൽ മൊത്തത്തിൽ ആവും കേട്ടോ. ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ചിലയിടത്ത് ആയിട്ടില്ലെങ്കിൽ കൂടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയാമോ, കൈകൾ വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ അത് ഈവൺ ആയിട്ട് നമ്മുടെ സ്കാൽപ്പ് മുഴുവനായിട്ട് സ്പ്രെഡ് ആകും കേട്ടോ. അതിനുശേഷം ബാലൻസ് ഉള്ളത് നമ്മുടെ മുടിയിലും പാടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. അപ്പോൾ നല്ല രീതിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹെയർ പാക്ക് 15 മിനിറ്റ് അതല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് നേരം മാത്രം നമ്മുടെ മുടിയിൽ വെച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പം നല്ലപോലെ കെട്ടി വെക്കാം. എന്നിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഹെയർ വാഷ് ചെയ്യാം. ഞാൻ ഹെയർ വാഷ് ചെയ്യണതൊന്നും കാണിക്കണില്ല കേട്ടോ. നിങ്ങൾക്കറിയാലോ ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുള്ളതാ. അതുകൊണ്ട് ഞാൻ വീണ്ടും ഹെയർ വാഷ് ചെയ്യണതൊന്നും കാണിക്കുന്നില്ല. നിങ്ങൾ ആദ്യം വെറുതെ പച്ചവെള്ളത്തിൽ മുടി കഴുകിയെടുക്കുക. അതിനുശേഷം മാത്രം ഷാമ്പൂ ഇട്ട് കഴുകുക. അത് നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഷാമ്പൂ ഇടുന്നത്. ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാതെ അല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾ വെറുതെ പച്ചവെള്ളത്തിൽ മുടി നല്ല വൃത്തിക്ക് കഴുകിയെടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ ഹെയർ വാഷ് ചെയ്തിട്ട് പിന്നീട് കാണാം. അപ്പം ഞാൻ മുടിയൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. ഒറ്റ യൂസിൽ തന്നെ നമുക്ക് മുടി വളരില്ല, പക്ഷേ മുടിയിൽ നല്ലൊരു ചേഞ്ചസ് കാണാൻ കഴിയും. നിങ്ങളുടെ മുടി എക്സ്ട്രാ ഡ്രൈ ആണ്, അതേപോലെ തന്നെ മുടിക്ക് ഒട്ടും ഭംഗിയില്ല, മുടിയാണെന്നുണ്ടെങ്കിൽ എത്ര ഹെയർ വാഷ് ചെയ്താലും ഇങ്ങനെ ഒട്ടിക്കിടക്കണം, അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ യൂസിൽ ഈ ഒരു ഹെയർ പാക്കിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ മുടിയിൽ കാണാൻ കഴിയും കേട്ടോ. പിന്നെ ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു 7 days ചെയ്യുക. പിന്നെ നിങ്ങൾ അങ്ങോട്ട് ചെയ്തു വരും. 7 daysൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ചസ് മുടിയിൽ കാണാൻ കഴിയും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.